കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അഴിമതിയുടെ ഒരു കൂത്തരങ്ങാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, കൊച്ചിൻ കോർപ്പറേഷനിലെ തന്നെ കൗൺസിലറായ പത്മജ എസ് മേനോൻ പറയുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മാഡത്തിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില സംഭവങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ തട്ടുകടകളൊക്കെ കൊച്ചിൻ നഗരത്തിൽ യഥേഷ്ടം പ്രവർത്തിക്കാൻ കഴിയുമോ? കഴിയില്ല. കൊച്ചിൻ ഹൈക്കോടതി, അതായത് നമ്മുടെ കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതി മുതൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ വെൻഡർ ഫ്രീ സോണാണ്, അവിടെ ആർക്കും കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസിനെ കാണിച്ചു കൊടുത്താൽ പോലും രാത്രി കാലങ്ങളിൽ കൂണുപോലെ പൊട്ടി വളയ്ക്കുകയും മുളയ്ക്കുകയും രാവിലെ അപ്രത്യക്ഷമായും ചെയ്യുന്ന ധാരാളം കടകളുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് രാത്രി നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. ഒരു വേസ്റ്റ് കൊണ്ട് തട്ടുന്നത് ഞങ്ങൾ കൈയോടെ പിടികൂടി. അപ്പോൾ നൈറ്റ് പെട്രോൾ ഓഫീസേഴ്സിനെ വിളിച്ചപ്പോൾ അവർ ഞങ്ങളുടെ കാറിൻ്റെ ഡ്രൈവർ വേറൊരു ഓഫീസറെ കൊണ്ടാക്കാൻ തൃപ്പൂണിത്തുറയിൽ പോയിരിക്കുകയാണ്, കാറില്ലാണ്ട് വരാൻ പറ്റില്ല. കൗൺസിലർ പനമ്പള്ളി നഗറിൽ നിന്ന് BSNL സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ വന്ന് നിൽക്കുന്നു. 2 പുരുഷന്മാർക്ക് അവരുടെ കാറില്ലാണ്ട് വരാൻ പറ്റില്ല എന്ന്. എന്താണ് നടക്കുന്നത്? അതുപോലെ SRV സ്കൂളിൻ്റെ അവിടെ ഡ്രഗ് പെഡലിംഗ് നടക്കുന്നു എന്ന് കേട്ടിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് കൂടിയായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ചൊരു ഇതും കൂടി ഉണ്ട്, ത്വരയുണ്ട്. അതായത് ഇങ്ങനെ നമുക്ക് സത്യമായി ജീവിക്കണം, എല്ലാ ജനങ്ങളെ അറിയിക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓടി ചെല്ലുമ്പോൾ കാരക്കാട്ട് തോടെന്നും പറഞ്ഞ ഒരു തോടുണ്ട്. അവിടെ കൂടെ ഒരാൾ ഇങ്ങനെ ഒരു വീൽ ചെയറല്ല വാക്കർ പിടിച്ചിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയപ്പോൾ അവിടെ കുറേ പേര് SRV സ്കൂളിലെ പിള്ളേർ പുകയുടെ ലോകത്താണ്. അപ്പോൾ ഇയാളിങ്ങനെ ഇറങ്ങി വന്ന് പിന്നെ ഓടി ഒരു സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വാക്കറിൻ്റെ ഇത് ഊരുമ്പോൾ മുഴുവൻ പാക്കറ്റ്സാണ്. അതിൻ്റെ ഫേസ്ബുക്ക് ലൈവ് കണ്ടിട്ട് ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചിയുടെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്, ഇങ്ങനെയൊന്നും ചേച്ചി തനിച്ച് പോവരുതെന്ന്. ഇതുപോലെ ഒരു ദിവസം ഏതോ ലോകത്ത് കൂടെ നടന്നു പോകുന്ന ഒരു പയ്യൻ, ഞാൻ ചോദിച്ചു, മോൻ എന്താണ്, നിനക്കെന്താടി, ഞാൻ കൗൺസിലറാണെന്നൊന്നും അവനൊരു ബോധമില്ല, നമുക്ക് കണ്ടറിയാമല്ലോ, 2 ചെറിയ ആൺകുട്ടികൾ എനിക്കുണ്ട്. എൻ്റെ കാർ ഇങ്ങനെ വരഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തോ ഒരു മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് കാർ ഇങ്ങനെ വരച്ചുകൊണ്ട് നടന്നിങ്ങനെ പോയി. എന്താ മോനെ കാണിക്കുന്നതും പുറകെ ഓടി. ഇപ്പോൾ അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അമ്മയ്ക്ക് എന്താണമ്മേ, ആരുടെയെങ്കിലും മക്കൾ എന്തെങ്കിലും ആയിക്കോട്ടെ, അവൻ തിരിഞ്ഞു നിന്ന് ബ്ലേഡ് മൂർച്ചയുള്ളൊരായുധമല്ലേ, അമ്മയൊന്ന് കുത്തിയിരുന്നതിന് അമ്മ മരിക്കില്ല. പക്ഷെ അത് ഇൻഡസ്ട്രിയിലേക്കോ എവിടേക്കെങ്കിലും കയറിയിരുന്നെങ്കിലോ ആർക്ക് വേണ്ടിയാണ് അമ്മയുടെ ജീവൻ ഇങ്ങനെ കളയാനായിട്ട് നോക്കുന്നത്? എൻ്റെ മോനെ, വേറൊരു കാര്യം, എനിക്ക് ജീവിതത്തിൽ എനിക്കൊരു മോളുണ്ടായിരുന്നു, മരിച്ചുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ സമാധാനിക്കുന്നത് ഈ ഡിവിഷനിലെ കൗൺസിലറായതിനു ശേഷമാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ ഇവിടെ നടത്തുന്ന ചേഷ്ടകൾ കണ്ടാൽ, ഓരോ മതിലിൻ്റെ മുകളിൽ എഴുതി വെച്ചേക്കാം ഇവിടെ അനന്തശയനം പാടില്ല എന്നൊക്കെ, ആ ബീറ്റാ സ്കാനിങ് സെൻറ്ററിൻ്റെയൊക്കെ മുകളിൽ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറിലൊരു ബാൽക്കണിയിൽ പെൺകുട്ടി അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രം ഇട്ട് നടന്നു പോകണം, ഏതോ ലോകത്താണ്, മൊബൈലുണ്ട് കയ്യിൽ. ഞാൻ എനിക്കൊരു ഭയങ്കര ചീത്ത സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാൻ ഹാൻഡ്സ് ഓൺ കൗൺസിലറാണ്. പണ്ട് ജേർണലിസ്റ്റ് ആയിരുന്നപ്പോഴും ആംചെയർ ജേർണലിസ്റ്റ് ആയിരുന്നില്ല. LTT മിൽട്ടൺസിനെ അവരുടെ ഹൈഡ് ഔട്ടിൽ പോയി കണ്ടുപിടിച്ച ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഒരു ആംചെയർ ജേർണലിസ്റ്റ് ആയാലും നടക്കും, അല്ലെങ്കിൽ എൻ്റെ കാറ് ഡ്രൈവ് ചെയ്ത് പോകും. അപ്പം ഞാൻ കൈകൂട്ടി വെച്ച്, മോളെ എന്താ ഇത്, എൻ്റെ തന്തയ്ക്കില്ലാത്ത വിഷമം നിനക്ക് എന്തിനാടി എന്നാണ് ആ പെൺകുട്ടി എന്നോട് ചോദിച്ചത്. അണ്ടർ ഗാർമെൻറ്റ്സ് മാത്രം, ബ്രായും പാൻറ്റും, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ മകൻ്റെ പ്രായമേ താങ്കൾക്കുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാനൊരു തള്ളയായിപ്പോയി മോളെ, അതുകൊണ്ടാണ്. എന്താ കാര്യം? ഉണക്കാൻ നടക്കുവാടി തള്ളേന്ന്. ഞാൻ പറഞ്ഞു, മോള് റൂമിൽ കയറ്, ആൻറ്റിയും കൂടെ വരാം, ഞാനും കൂടെ വീശിത്തരാം, നമുക്ക് വേഗം ഉണക്കിയെടുക്കാമെന്ന്. എന്താ ഇവിടെ നടക്കുന്നത്? ഇതൊന്നും ഇവിടുത്തെ കുട്ടികളല്ല, പുറത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന കുട്ടികളാണ്. ഇവിടെ ഇപ്പം മിക്സഡ് ഹോസ്റ്റലാണ് മിക്കതും. ആരോ വീട് വാടകയ്ക്ക് എടുക്കുന്ന 60-70 ആൾക്കാർ. ഇമ്മിനി കഴിഞ്ഞ ആഴ്ച പോലും എന്നെ ഒരു ലാൻഡ് ഓണർ, ഒരു ഫ്ലാറ്റ് ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ മുകളിലത്തെ ഇതിൽ കുറച്ച് ഡോക്ടേഴ്സാണ് എടുത്തേക്കുന്നതെന്ന് പറയുന്നു. സമയത്ത് ബൈക്കുകൾ വരുന്നു, ആ സമയത്ത് പോകുന്നു, സ്ത്രീകൾ വരുന്നു പോകുന്നു, അവരൊക്കെ ഡോക്ടർമാരാണെന്ന് പറയുന്നു. ഇങ്ങനെയാണോ? ഇതിനൊക്കെ ഒരു നിയമാവലിയില്ലേ? എന്താണ് ഇവിടെ നടക്കുന്നതെന്നല്ല. അതൊരു പലപ്പോഴും ഞങ്ങളിത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ട്, ഈ താമസിക്കുന്ന ആൾക്കാരുടെ ആധാർ കാർഡ് വരുന്നു പോകുന്നു, ആർക്കും ടെൻഷനാണ്. ഞങ്ങൾക്കൊരു ഹാൻഡ് ബാഗ് പിടിച്ച് പുറത്ത് സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഓഫീസ് ചിറ്റൂർ റോഡിലാണ്. ഒരു ദിവസം ഇറങ്ങുമ്പോൾ 2 സ്ത്രീകൾ അവിടെ നിൽക്കുന്നു വൈകുന്നേരം.
ഒരു 7:30 7:45. അപ്പം എന്താണ് നമ്മൾ ഒരു ഭയങ്കര കോൺഷ്യസ് പേഴ്സൺ ആണല്ലോ. എന്താ വണ്ടി എന്തെങ്കിലും കാത്തു നിൽക്കുകയാണോ, ഞാൻ കൊണ്ടാക്കാം, ഭയങ്കര. അപ്പോൾ അവരൊന്നുമില്ല, ഞങ്ങൾ വർക്ക് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വർക്ക്, ഞാൻ കൊണ്ടാക്കാം. ഞങ്ങൾ സെക്സ് വർക്കേഴ്സാണ്. ഞാൻ അറിയാതെ അതിന് മുമ്പ് പറഞ്ഞു, ഞാൻ അവർ പേടിക്കേണ്ട, അച്ഛൻ കൗൺസിലറാണ്, എവിടെ വേണമെങ്കിലും കൊണ്ടാക്കാന്നുള്ള ഒന്ന് നമ്പർ തരാമോ. ഞാൻ എങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ കാറിൽ കയറി ഞങ്ങൾ സെക്സ് വർക്കേഴ്സാണ്, വർക്ക് കാത്ത് നിൽക്കുകയാണെന്ന്. പിന്നെ അവിടെ യുദ്ധങ്ങൾ കാണണം. ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് SI മാഡം പറഞ്ഞ കാര്യമാണ്, ഞാൻ പേര് പറയുന്നില്ല മാഡത്തിൻ്റെ. ഒരു കപ്പിൾ, ഒരു അച്ഛനും അമ്മയും ഒരു മകനും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നടന്നു പോകുമ്പോൾ ഒരു പെണ്ണ് കയറി അവൻ്റെ കയ്യിൽ പിടിച്ചു. അവൻ അലറിക്കരഞ്ഞു. ഈ സ്ക്വാഡ് ഉണ്ടായിരുന്നു, പെട്രോളിംഗ് സ്ക്വാഡ്. പുറകെ ഓടി കുട്ടിയെ എവിടുന്ന്, ഈ പെണ്ണിനെ എവിടെ നിന്ന് പിടിച്ചു. ആ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവനാവുമായിരുന്നില്ലേ പ്രതി. ഇവള് കൈ കയറി പിടിച്ചതാ. ഒരു ദിവസം ഇവിടുത്തെ നമ്മുടെ സിറ്റിയെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു ടീം വന്നിരുന്നു, IIT നടന്നു. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടിയാണ്. അപ്പോൾ അവർ നമുക്കൊരു വലിയ അവാർഡ് തന്നു കേട്ടോ, ഭയങ്കര അവാർഡാണ് തന്നെ. ഇന്ത്യയിലെ ഏക മെട്രോ നഗരം ഫുട്പാത്ത് മുഴുവനും നമ്മൾ കയ്യേറി പാർക്കിങ്ങിനോ അല്ലെങ്കിൽ ഈ നമ്മുടെ തട്ടുകടകളൊക്കെ വെച്ച്. ഇന്ത്യയിലെ ഒരേ ഒരു മെട്രോ നഗരം ഫുട്പാത്തില്ലാത്തത് എറണാകുളമാണെന്നുള്ള അവാർഡ് തന്നിട്ട് ഇരിക്കുകയാണ്. ഈ പെൺകുട്ടി ഓടി കയറി വന്നിട്ട് പറഞ്ഞു, മാഡം എനിക്ക് ഒപ്പിട്ട് തരണം, എൻ്റെ ഇത് കഴിഞ്ഞു എന്ന്. എന്താ മോളെ, ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ വീട് നല്ല ഭംഗിയുണ്ട്. ആരും അവളുടെ കൈ കയറി പിടിച്ചു. അപ്പോൾ അവളോട്, ഞാൻ അങ്ങനത്തെ സ്ത്രീയല്ല, ഞാനിവിടെ ഒരു പരിപാടിക്ക് എറണാകുളത്തെക്കുറിച്ചൊരു സർവേക്ക് വന്നതാണ്, ഈ ഇന്ന വലിയ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, എന്നാൽ നീ ചോദിക്കുന്ന കാശ് തരാം. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ത്രീയെ കാണുന്നത്. ഇവളെങ്ങനെയോ രക്ഷപ്പെട്ട് പറഞ്ഞു, മാഡം കിട്ടുന്ന ആദ്യത്തെ ട്രെയിനിലോ ബസ്സിലോ നടന്നോ ഓടിയോ ഞാൻ പോവാം, എനിക്കൊന്ന് ഒപ്പിട്ട് തരാൻ പറ്റുമെങ്കിൽ തരൂ, ഞാനിവിടെ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ പോവാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ ഡിവിഷനിലെ ആൾക്കാർക്ക് ഇപ്പോൾ ഭയങ്കര സ്നേഹം കേട്ടോ, ഭാര്യ ഭർത്താവിന് ഭയങ്കര സ്നേഹം, അച്ഛനും മോളെ ഭയങ്കര സ്നേഹം. ഇവർ വന്ന് നിന്ന് കൊണ്ടുപോകണം. നമ്മുടെ കയ്യിലൊരു ഹാൻഡ് ബാഗ്, ഒരു പ്രത്യേക സൈസിലെ ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും സെക്സ് വർക്കേഴ്സായി. അതുകൊണ്ട് ഞങ്ങളുടെ ഡിവിഷനിലൊരു ഗുണമുണ്ട്, ഫാമിലി ബോണ്ടിങ്. ചേട്ടൻ പോയി അനിയത്തെ വിളിക്കുന്നു, ഭാര്യ പോയി ഭർത്താവിനെ വിളിക്കുന്നു, പരീക്ഷ കഴിയുമ്പോൾ സഹോദരൻ വന്ന് സഹോദരിയെ കാത്തു നിൽക്കുന്നു. ഒരു കാര്യം ഒന്ന് കേൾക്കണം കേട്ടോ, എനിക്കൊരു എടുത്തുചാട്ടം എന്ന് പറഞ്ഞ കാലം കൂടുതലാണല്ലോ. അപ്പം ഞാനൊരു ദിവസം ഗേൾസ് ഹൈസ്കൂളിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു ചെക്കൻ ഒരു പെണ്ണിൻ്റെ കൈ പിടിച്ച് വലിക്കുന്നു, ചാടി വീണു, എന്താടാ കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സഹോദരനാണ് ഇവളുടെ. സഹോദരൻ എന്തിനാ കൈ പിടിക്കുന്നത്, ഇവൾ വീട്ടിലേക്ക് വരുന്നില്ല. മാഡം ആരാണ്, ഞാൻ കൗൺസിലറാണ്, നിൻ്റെ അമ്മയെ വിളിക്കുക. അപ്പം അമ്മയെ വിളിച്ചു. എൻ്റെ മകനെ ഞാൻ പറഞ്ഞയച്ചാണ്, എൻ്റെ മകൾ എപ്പോഴാണ് വന്ന് കയറുന്നതെന്നറിയില്ല. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരാനായിട്ട് ഓട്ടോറിക്ഷയും കൊടുത്ത് ഞാൻ തന്നെയാണ് അയച്ചേക്കുന്നത്, എൻ്റെ മകൻ തന്നെയാണ്. അപ്പോൾ അവളോട് വെച്ച് എൻ്റെ ചേട്ടൻ തന്നെയാണ്, ഇവർക്ക് എന്ത് കാര്യം എൻ്റെ കാര്യത്തിൽ ഇടപെടാനായിട്ട്, നമുക്ക് 18 വയസ്സായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇടപെടും, കയറൂ ഓട്ടോറിക്ഷ. അപ്പോൾ വേറൊരു ചെക്കൻ വേറൊരുത്തി പിടിച്ച് വലിക്കുന്നുണ്ട്, നെയ്ബേഴ്സാണ്. ആ 2 പേരെയും കയറ്റി ഓട്ടോറിക്ഷ കയറ്റി വിട്ടു. ഒരു കോൾ എനിക്ക് വന്നിരിക്കുകയാണ്, മാഡം എനിക്ക് പേടിയാണ്, മകള് പൂർണ്ണ നഗ്നയായിട്ട് കിടക്കുന്നു, ഭാര്യ തിരുവനന്തപുരത്ത് ഓഫീസിലാണ്, ഞാൻ റിട്ടയർഡ് ഓഫീസറാണ്, എനിക്ക് പേടിയാവുന്നു. അപ്പം ഞങ്ങൾ ആശാ വർക്കറായി പോയി ചെന്നപ്പോൾ ഈ കുട്ടി ഏതോ ലോകത്താണ്, തുണിയില്ല, അച്ഛന് തൊടാൻ പേടി. വേറൊരിത്, ഒരു വിഡോവറാണ് അദ്ദേഹം. ഈ കുട്ടി ഒരു അന്യദേശ തൊഴിലാളിയുമായിട്ട് കൊച്ചുകുട്ടിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്നിട്ട് അച്ഛനെതിരെ ആഹാരം കൊടുക്കുന്നില്ല, ഭാഗ്യം പോക്സോ ഒന്നും വന്നില്ല, കംപ്ലൈൻറ്റ് കൊടുത്തു. അച്ഛനെ പോലീസ് വിളിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭാര്യ മരിച്ചിട്ട് വിവാഹം പോലും കഴിക്കാതെ ഈ കുട്ടിക്കും ഇളയ മകനുണ്ട് വേണ്ടി ജീവിക്കുന്ന ആളാണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ആഹാരം കഴിക്കാത്ത കുട്ടിയാണ് ഇവളെ കണ്ടാൽ തോന്നുന്നുണ്ടോ എന്ന് കൈകൂപ്പി കഴിഞ്ഞപ്പോൾ അവർക്ക് സത്യം മനസ്സിലായി പോലീസുകാർക്ക്. ഇവളെ മറ്റേ ഒരു ഇതുണ്ടല്ലോ പെൺകുട്ടികളെ താമസിക്കുന്നത്, അവിടെ താമസിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, ഞാൻ ചേട്ടാ ഒരു മാസം അവളോടെ കിടക്കട്ടെ. അപ്പോൾ ആൾക്കാർ നല്ല ആഹാരം കിട്ടുമല്ലോ, ആഹാരം കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ കംപ്ലൈൻറ്റ്, അവിടെ കിടക്കട്ടെ. അപ്പോൾ അദ്ദേഹം ഇവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ കൊണ്ടാക്കി. പിന്നെ ഇവൾ കരഞ്ഞ് വിളിച്ച് വീട്ടിൽ വന്ന് അദ്ദേഹം എറണാകുളത്ത് താമസം മാറ്റി തൃപ്പൂണിത്തറ ഇൻറ്റീരിയർ ഇതിലേക്ക് പോയി. ഒരു ദിവസം അദ്ദേഹം വരുമ്പോൾ കാണുന്നത് ഇവളും കൂടെ റൂമിൻ്റെ ഉള്ളിലിരിക്കുക. അപ്പോൾ ഭാര്യയുടെ അമ്മയും ഇദ്ദേഹമാണ് നോക്കുന്നത്, ഭാര്യ മരിച്ചു പോയല്ലോ, ബെഡ് റിഡനാണ്. അപ്പോൾ അതിനെ വേഗം വിളിച്ചു, ഞങ്ങൾ മാഡത്തിനെ വിളിച്ചു, SI മാഡത്തിനെ വിളിച്ചു. മാഡം പറഞ്ഞു, ആ കേസല്ല എനിക്ക് ഓർമ്മയുണ്ട്, ഉടനെ തന്നെ തിരിച്ച് അവിടെ കൊണ്ടാക്കും, അതേ രക്ഷയുള്ളൂ എന്നും പറഞ്ഞു.
അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഇദ്ദേഹത്തിനൊന്നും ചോദിക്കാൻ പറ്റില്ല, ശരീരം തപ്പാൻ പറ്റുമോ, എല്ലാം എടുത്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഏതോ ഒരു മൊബൈൽ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭാര്യയില്ലല്ലോ. ഇവിടെ എന്താണ് നടക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മകൾ നഷ്ടപ്പെട്ട് എനിക്ക് കരയാത്തൊരു ദിവസമില്ല. ഇപ്പോൾ ഞാൻ എനിക്ക് ഒരു ആശ്വാസം ഒരു കാര്യം കൂടെ കേൾക്കണം. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, ഒരു പെൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. സ്കാൻ ചെയ്തപ്പോൾ അവൾ 7 മാസം ഗർഭിണിയാണ്. അമ്മ നിന്ന നിപ്പിൽ ബോധം കെട്ടു വീണു. അവരുടെ ജോലി കഴിഞ്ഞല്ലോ. അച്ഛൻ കിലുകില ഇറക്കി എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെൺകുട്ടിക്ക് പീരിയഡ്സ് ആയിട്ടില്ല എന്നൊരു അമ്മയ്ക്ക് അറിയില്ലേ? ഒരമ്മയ്ക്ക് അറിയില്ല എന്ത് ജീവിതമാണ് ഇവിടെ നടക്കുന്നത്. ഒരു പെൺകുട്ടി 7 മാസമായിട്ട് പീരിയഡ്സ് ആയിട്ടില്ല, അവളുടെ വയറ് ഉന്തി വരുന്നു എന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ബോധം കെട്ടി വീണ കാര്യങ്ങൾ നടക്കുമോ? എങ്ങോട്ടേക്കാണ് ഈ കൊച്ചി പോകുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? മന്ത്രി രാജീവ് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, എറണാകുളത്ത് സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഇത്രയ്ക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലം വേറെ എവിടെയുമില്ല ഇന്ത്യയിലെന്ന്. അപ്പോൾ എന്നെ ചിലപ്പോൾ വിളിക്കും, രാത്രി കൂട്ടിയോട്ടത്തിന് പോലീസ് ഇങ്ങനെ ചുറ്റും നിന്നിട്ട്. ഞാൻ വേണ്ട, ഞാൻ ഇഷ്ടംപോലെ രാത്രി തനിച്ച് താമസിക്കുന്ന ആളാണ്, പോലീസ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും നടക്കാൻ പറ്റുമ്പോൾ ഞാൻ വന്നോളാം, പോലീസിൻ്റെ പ്രൊട്ടക്ഷനിൽ നമുക്ക് രാത്രി ഓടേണ്ട ആവശ്യമില്ല. എൻ്റെ സമയം വന്നപ്പോൾ മന്ത്രി രാജീവ് പോയി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു, പെൺകുട്ടികൾക്ക് ഇവിടെ യാതൊരു സെക്യൂരിറ്റി, അവിടെ ഏതോ ലോകത്തെ ഏതോ ഒരുത്തൻ്റെ അടിമയായിട്ട് പോകുന്നതാണ്. മനസ്സിന് സ്ഥൈര്യതയോടെ സ്ഥിര മനസ്സോടെ നടക്കുന്ന പെൺകുട്ടികളല്ല രാത്രി 3 മണിക്കും 4 മണിക്കും നടക്കുന്നത്. ബെഡ്റൂം സീൻസ് കാണണമെങ്കിൽ ആ ദർബാർ ഗ്രൗണ്ടിൽ വന്നാൽ, അല്ലെങ്കിൽ കുറേ ഇത് ഇപ്പോൾ ഞാൻ കോർപ്പറേഷനിൽ പറഞ്ഞിട്ട് ആ കസേരകളൊക്കെ മാറ്റാൻ പോവാം. എന്താണ് ഇവിടെ നടക്കുന്നത്? അച്ഛനമ്മമാർക്ക് നമ്മുടെ കുട്ടികളല്ല കേട്ടോ, എറണാകുളത്തെ കുട്ടികളല്ല ഇത്. കാരണം അവർ വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ കമ്പൈൻ സ്റ്റഡിക്കാണ്, ഞാൻ ഹോസ്റ്റലുണ്ടോയെന്ന്. ഞാൻ വിചാരിക്കും അച്ഛനമ്മമാർക്ക് ബുദ്ധിയില്ലേ, വീഡിയോ കോൾ വരും മോളെ എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷെ എല്ലാവരും എന്നെപ്പോലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയിരിക്കില്ലല്ലോ. എൻ്റെ മകൻ്റെ ബാഗേജ് ഇങ്ങനെ തുറക്കും. അപ്പോൾ അവൻ റൂമിൽ കയറും, ബാത്റൂമിൽ കയറുമ്പോൾ അമ്മ വൈ ആർ യു ഓപ്പണിങ് മൈ ബാഗ് എന്നവൻ ഇതെന്ന് നോക്കും. അമ്മ ഞാനത്ര പൊട്ടനാണോ, അമ്മ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുമെന്നറിയില്ലേ, ഞാനിതൊക്കെ ഇവിടെ കൊണ്ടുവരുമോ? അപ്പം ഇത് കാണുന്ന എല്ലാ അച്ഛനമ്മമാരും മക്കളെ ചേർത്ത് പിടിക്കണം. അവരെന്ത് കൊണ്ടുവരുന്നു, അവരുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ പേരൻസുമായിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. ഇപ്പോഴും എൻ്റെ മക്കളുടെ പേരൻസായിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്. 8 മണിക്ക് ശ്രീഹരി വന്നില്ലെങ്കിൽ ഞാൻ ആ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയെ വിളിക്കുക, മോൻ അവിടെ എത്തിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനൊരു ബന്ധങ്ങൾ നമ്മൾ കുട്ടികളുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരിക്കൽ ശ്രീഹരി ഒരാളെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നത് അമ്മയുടെ അപ്രൂവൽ എടുക്കാൻ, എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. തമാശയില്ല, കുട്ടികളെ എപ്പോൾ വേണമെങ്കിലും വഴി തെറ്റിപ്പോകാം. അതെ അതെ. ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ വെള്ളക്കെട്ട്, ഈ പെട്ടെന്ന് മഴ പെയ്താൽ കൊച്ചിയിലുണ്ടായിരുന്ന വെള്ളക്കെട്ട്, ഇപ്പം വയനാട്ടിലെ ദുരന്തം, അതിനു മുമ്പ് മറ്റു ചില ഭാഗത്തെ വെള്ളക്കെട്ട്, ഇതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഈ കൊച്ചിയിൽ മഴയുടെ തുടക്കത്തിലുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. അന്ന് ഈ ഓട ക്ലീൻ ചെയ്തില്ല, കാന വൃത്തിയാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ കോർപ്പറേഷൻ്റെ അന്ന് കുറേ വീഴ്ചകളുണ്ടായി, അത് പരിഹരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും അത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല. അവിടെ എല്ലാം വേസ്റ്റ് വാട്ടർ ഇങ്ങനെ കുമിഞ്ഞു ഓടിക്കിടക്കുന്നു. എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം കാണുക? ബോധമില്ലാത്ത കൗൺസിലറോട് ചോദിച്ച് ഞാൻ എന്താ പറയുക? മേയർ എന്നോട് പറഞ്ഞു, പത്മജ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ, വേലിയേറ്റാണ് കായലിൽ, വേലിയിറക്കം വന്നോട്ടെ, അപ്പോൾ വെള്ളം താഴും. പത്മജ ഇങ്ങനെ ബോധമില്ലാതെ സംസാരിക്കല്ലേ. 1.5 ദിവസം എൻ്റെ ഡിവിഷനിലെ ആൾക്കാർ കട്ടിലിൽ പോലും ഇരിക്കാൻ വയ്യ, ഇവിടം വരെ വേസ്റ്റ് വരെ വെള്ളമാണ്, ജനലിൽ തൂങ്ങിക്കിടന്നു. മേയറുടെ വീട്ടിൽ അടുക്കളത്തോട്ടം ഉണ്ടാക്കേണ്ട വീഡിയോ പ്രചരിപ്പിക്കുക. ഈ കൗൺസിലിൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ സ്ഥലം കിട്ടി മേയറെ, അങ്ങോട്ടേക്ക് കയറിയാൽ മതിയല്ലോ, അവിടെ നിൽക്കുന്ന കായ്കനികളൊക്കെ ഭക്ഷിച്ച് ജീവിക്കാമല്ലോ. എന്നോട് ശ്രീധരൻ സാറിന്, ഞാൻ കൗൺസിലറായിട്ട് ഒരു ബൈ ഇലക്ഷൻ ജയിച്ച ആളാണ്, ഞാൻ പറഞ്ഞൊരു IIT ടീമിനെ അയച്ചു തരാമെന്ന്. നമ്മളുടെ ഡിവിഷൻ മാത്രമായപ്പോഴും മാസ്റ്റർ പ്ലാൻ വേണമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഈ മുല്ലശ്ശേരി കനാൽ നിങ്ങളുടെ നാശമാണ്, കാരണം വാട്ടർ ലെവല് കായലിൽ കൂടുതലാണ്. അപ്പോൾ യാത്രാ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഒരു ബണ്ട് പോലെ ഒരു ഷട്ടറുണ്ട്. ആ ഷട്ടർ തുറക്കുമ്പോഴാണ് നമ്മളുടെ വെള്ളം പുറത്തേക്ക് പോകുന്നത്. സ്ലോപ്പ് അനുസരിച്ച് കിഴക്കോട്ടാണ് വെള്ളം വരേണ്ടത്, നമ്മൾ ഡിവിഷനിലേക്കാണ് വെള്ളം വരേണ്ടത്. അതാണ് മേയർ പറഞ്ഞത്, എനിക്ക് ബുദ്ധിയില്ലേ, കായലിൽ വെള്ളം ഇറങ്ങട്ടെ, 1.5 ദിവസം എൻ്റെ ഡിവിഷൻ കാത്തു നിന്നു വെള്ളം ഇറങ്ങാനായിട്ട്. അപ്പോൾ ശ്രീധരൻ സാറ് പറഞ്ഞത് ഒരു കാര്യമില്ല പത്മജ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കോടിക്കണക്കിന് രൂപ കൊടുത്ത് മുല്ലശ്ശേരി കനാൽ ഉണ്ടാക്കുന്നത് എറണാകുളത്തെ വെള്ളത്തിൽ കുളിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മേയർ എന്നെ കാണുമ്പോൾ പറയും,
കൗൺസിലറെ ഹാപ്പി ആയില്ലേ, 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ മുല്ലശ്ശേരിക്ക്. ഞാൻ പറഞ്ഞു എത്ര ബെൻസുകാർ മേടിക്കാൻ ബാക്കിയുണ്ട്? അല്ല, ഇത് എന്തിനു വേണ്ടിയിട്ടാ, ആർക്ക് വേണ്ടിയിട്ടാ? ഈ ബ്രേക്ക് ത്രൂ ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാന്ന് പറഞ്ഞില്ലേ, ഞാനൊരു സൈക്കിൾ കൊടുത്ത്, ഇപ്പം അത് കള്ളം കട്ടുകൊണ്ട് അതുകൊണ്ട് സൈക്കിളില്ല, ആരുടെയെങ്കിലും സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് പോയി നോക്കുമ്പോൾ പല വലിയ കാനകളും വലിയ വലിയ വീടുകളുടെ ഉള്ളിൽ പോയി അവസാനിച്ചിരിക്കുക. പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ എന്താണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമ്പിളി മാഡമായി കൊണ്ടുപോയി ആ വീടുകൾ തുറന്ന് ഇതിൻ്റെ അടിയിലുണ്ട്, ഞങ്ങളെപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് കാന. അപ്പം മുഴുവൻ ടൈൽസ് ഇട്ട് പാകി വെച്ചിരിക്കുകയാണ്. അവരങ്ങനെ അറ്റാച്ച് ചെയ്തൊരു 5 അടി കാന വാര്യം റോഡിൽ കേട്ടോ. ഇങ്ങനെ പുറത്തേക്ക് വരും, അതിൻ്റെ അപ്പുറത്ത് വേറെ വീട്, അത് കഴിഞ്ഞ് CA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ വരുമ്പോൾ കാന സൈഡിൽ കൂടെ പോകുന്നത്. അപ്പോഴേക്കും അവിടുത്തെ ഫ്ലോ കഴിഞ്ഞു. അതുപോലെ ഈ ഈയാട്ട് മുക്കിൽ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന അവിടെയും ഒരു കാനയുണ്ട്, അതും ബ്ലോക്കാക്കി ഇത് വെച്ചിരിക്കുക. ഈ കാരക്കാട്ട് റോഡിൽ നിന്ന് വരുന്ന കാന ഞാൻ ട്രേസ് ചെയ്ത് ഇപ്പുറത്ത് കൂടെ മുഴുവൻ അഴുക്കാട്ടോ. ഞാൻ ഗംബൂട്ട്സ് ഇട്ട് ട്രേസ് ചെയ്ത് പോയപ്പോൾ BSNLൻ്റെ പുറകിൽ വന്ന് അവസാനിക്കുക. പണ്ടത് ആനന്ദ ബസാറിൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിനൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് കളത്തിപ്പറമ്പ് റോഡിൽ എപ്പോഴും ഇതാണ്, വെള്ളക്കെട്ടാണ്. നോക്കുമ്പോൾ അവിടെ KMRLൻ്റെ ഇത് വരാൻ വേണ്ടിയിട്ട് ഒരു കോർപ്പറേഷൻ എന്തോ ഓഫീസായതെന്ന് പറഞ്ഞു, അത് മൂടിക്കളഞ്ഞു. 1.5 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം അത് വലിയ വിവേകാനന്ദ തോടിലേക്ക് പോരാനായിട്ട്. അതാണ് വെള്ളക്കെട്ട്. KMRLനോട് സംസാരിച്ചപ്പോൾ അവർ ഞാൻ ജസ്റ്റ് ഒരു 10 മീറ്റർ, ഞാൻ എഞ്ചിനീയർ അല്ല പക്ഷേ ലേമാൻ തോട്ടിൽ പറയാനാക്കിയാൽ നിങ്ങൾക്ക് ഈ കനാലിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാം, റോഡിനെ ഒന്ന് ക്രോസ് ചെയ്താൽ മതി. അവരുടെ ഓഫീസേഴ്സൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു ആ കാന. അപ്പോൾ ഈ വെള്ളം മുഴുവനും തിരിഞ്ഞ് കളത്തിപ്പറമ്പ് റോഡിൽ കൂടെ മസ്ജിദ് റോഡിൽ കൂടെ ചെന്നിട്ട് വേണം വിവേകാനന്ദ തോടിൽ ചെല്ലാൻ. അതിൻ്റെ മുകളിൽ മുഴുവനും എല്ലാ പാർട്ടിക്കാരും, ഞാൻ എലക്റ്റഡായ ഫസ്റ്റ് മീറ്റിങ്ങിൽ പറഞ്ഞ RDO സ്വാഗത സംഘം CPMൻ്റെ, അത് കഴിഞ്ഞില്ലേ മേയറെ, അതൊന്ന് പൊളിച്ച് മാറ്റിക്കൂടെ? അവിടെയാണ് എല്ലാ അനാശാസ്യത്തിനുള്ള പെണ്ണുങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്കെൽട്ടനായിട്ട് അതിനെന്താ പത്മജ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പറഞ്ഞാൽ മതിയല്ലോ. പത്മയ്ക്ക് പറഞ്ഞു മതിയായി. എന്തിന് SRV സ്കൂളിൽ വച്ചിരിക്കുന്ന SFIയുടെ ഫ്ലാഗ് എടുത്ത് മാറ്റാനായിട്ട് മുട്ടടി വാട്ടർ സപ്ലൈ JHIക്കാർക്ക് അല്ല JHIമാർക്ക്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക്, അങ്ങനെ. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മുകളിൽ മുഴുവൻ എല്ലാ പാർട്ടിക്കാരുടെയും ഇപ്പം ഈ റീസെൻ്റ്ലി മരിച്ചുപോയ ശിവൻ സഖാവിൻ്റെ വരെ സ്മാരകം വന്നിട്ടുണ്ട്, 2 വർഷം മുമ്പ് മരിച്ച്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എല്ലാവരും പാവങ്ങളാണ്, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങളുടെ കടകൾ ഇതാക്കല്ലേ. അപ്പോൾ കടകളുടെ ഇടയ്ക്ക് ഇവർ തന്നെ ഒരു സ്ലാബ് വച്ചിട്ടുണ്ട്. ഞാൻ ആ സ്ലാബുകളൊക്കെ ഇത്തവണ അവരുടെ സഹായത്തോടെ പൊക്കി മാറ്റി. ആളുകൾ അങ്ങനെ പറയാൻ പാടില്ല, എനിക്കെതിരെ കേസ് വരുമെന്ന് അറിയില്ല, താഴേക്ക് ഇറങ്ങി കോരി മാറ്റി. അങ്ങനെ ചെയ്യാൻ പാടില്ലാണ് നിയമം എന്ന് പറയുന്നത്. അവർ തന്നെ അത് ചെയ്തു തന്നു. ഒരു സക്കിങ് മെഷീൻ വന്നു, അത് ഏത് വഴി പോയി എന്നറിയില്ല. May 1-ാം തീയതി കിട്ടേണ്ട സക്കിങ് മെഷീൻ എനിക്ക്, അത് അസുഖബാധിതയായി കിടപ്പാണ്. 6 കോടി രൂപയോ 4 കോടി രൂപയോ? ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയുന്നത്? ഒരു അമിക്കസ് ക്യൂറെ വെച്ചിരുന്നു, അദ്ദേഹം ഓടി വരികയായിരുന്നു, അദ്ദേഹവും സലാം പറഞ്ഞു പോയി എന്നറിയുന്നത്. ഞാൻ തന്നെ എഴുതി കൊടുത്ത് എനിക്ക് മതിയെ. കഴിഞ്ഞ കൗൺസിലിൽ ഞാൻ പറഞ്ഞു, എന്താണ് മേയർ ഇവിടെ നടക്കുന്നത്? പാവപ്പെട്ട ഒരു സ്മാർട്ട് മിഷൻ ഉണ്ട് കേട്ടോ, CS കൊച്ചിൻ സിറ്റി സ്മാർട്ട് മിഷൻ, എന്തെന്ന് ഇത് പെട്ടെന്ന് കിട്ടുന്നില്ല. അവർ വന്നതിന് ശേഷം ലോകം മുഴുവനും വെള്ളപ്പൊക്കമാണ്. അശാസ്ത്രീയമായ റോഡ് പണി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വീടുകളൊക്കെ കുഴിയിൽ, ഒരു ലാൻഡ് മാഫിയാണ് അതിന് പുറകിൽ. കിട്ടിയ വിലയ്ക്ക് വിട്ടുപോകാൻ തയ്യാറാണ് എല്ലാവരും. അപ്പോൾ അവർക്കത് മേടിച്ചിട്ട് വലുതായിട്ട് പൊക്കി പണിതാൽ മതിയല്ലോ. ഞങ്ങളൊക്കെ കൊച്ചുങ്ങളായിരുന്നപ്പോൾ റോഡ് മാന്തി യന്ത്രം വന്ന് ടാറ് മാറ്റിയിട്ട് പുതിയ ടാറ് ലേ ചെയ്യും. അപ്പോൾ പൊക്കി കൊണ്ടുവന്ന് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ വീട്ടിലേക്ക് 5 സ്റ്റെപ്പ് കയറി വേണം വീട്ടിൽ കയറാൻ. ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു പോകുമ്പോൾ റോഡിൽ നിന്നും 3 സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്ത് കൂടെ നടന്ന് ഇങ്ങനെ കയറണം. അപ്പോൾ 2 സ്റ്റെപ്പ് ഉണ്ടായിട്ടുള്ളൂ, അത്രയും ഫില്ല് ചെയ്യേണ്ടി വന്നു. എന്താണിത്? അമ്മ അവിടെ നിന്ന് മാറി, കാരണം അമ്മയ്ക്ക് അഫോർഡ് ചെയ്യില്ല ഇപ്പം ജാക്കി വെച്ച് പൊക്കി ഇതാക്കാനായിട്ട്. ഇതൊരു ലാൻഡ് മാഫിയ കൂടിയാണ് ഇങ്ങനെ ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ കെട്ടിട നിർമ്മാണം എല്ലാം റോഡിൽ തന്നെ പൊതു സ്വത്തല്ലേ, അപ്പം അതിൻ്റെ മണ്ണ് മുഴുവൻ കാനയിലേക്ക് വീഴും. 916 ഗോൾഡ് പോലത്തെ മണ്ണാണ് കേട്ടോ, സൂപ്പർ ചരല് മണ്ണ്, കല്ല്, കട്ട എല്ലാം. എൻ്റെ ലൈവ് വീഡിയോകൾ കണ്ടാലറിയാം. ഇവിടെ ആർക്കും നാഥനില്ല കളരി, അതാണ് നഗരപിതാവ്. എൻ്റെ വായിൽ വേറെ വാക്കാ വരുന്നത്, പക്ഷെ ഞാനത് പറയുന്നില്ല. എന്ത് പിതാവ്? മക്കളുടെ കഷ്ടപ്പാട്
സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും കഷ്ടപ്പാട് കണ്ടിട്ട് കണ്ണടച്ച്, നമുക്ക് പണ്ട് 3 കുരങ്ങന്മാരുണ്ടല്ലേ ഉണ്ടായിരുന്നില്ലേ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അതാണ് ഞങ്ങളുടെ നഗരപിതാവ് ശ്രീ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, LLM സൈബർ ക്രൈം. ഇത് കൂടുതൽ എന്താ പിന്നെ എങ്ങനെ വെള്ളക്കെട്ടുണ്ടാവാണ്ടിരിക്കും? എനിക്ക് ബുദ്ധിയില്ല. വെയിലിറക്കത്തിന് കാത്തിക്കാൻ. ഗീവ് റൂം ഫോർ റിവർ എന്ന് പിണറായി സഖാവ് പോയിട്ട് പറഞ്ഞു. വി ഹാവ് ഗിവൺ ദ ഹോൾ ഡിവിഷൻ ഫോർ വാട്ടർ. എന്തായാലും കൊച്ചിൻ കോർപ്പറേഷൻ്റെ അഴിമതിയുടെ ഒരു വശത്തേക്ക് മാത്രമേ നമ്മൾ കടന്നു ചെന്നിട്ടുള്ളൂ. ഇനിയും കൂടുതൽ അഴിമതിയുടെ വിവരങ്ങളൊക്കെ മറ്റൊരു അവസരത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.